ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേപ്പിലക്കട്ടി അഥവാ ചമ്മന്തിപ്പൊടി. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കറിവേപ്പില ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 1.25 കപ്പ് തേങ്ങ, കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി, ഉഴുന്ന് ഒരു 1 ടീസ്പൂൺ, കുരുമുളക് 1.5 ടീസ്പൂൺ, അതുപോലെ ഉണക്കമല്ലി, പിന്നെ കുറച്ച് പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സോൾട്ടാണ് ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമുക്ക് എണ്ണ ചൂടായി കുറച്ച് എണ്ണയിലാണ് അത് ചെയ്യുന്നത്. ആദ്യം ഈ വറ്റൽ മുളകും ഈ മല്ലിയും ആദ്യം ചൂടാക്കാം. ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഇതിന് അത്രേ ആവശ്യമുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് മൂക്കണം. എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ചേർക്കാം. അടുത്തത് നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. നാടൻ രീതിയിലൊക്കെ ഇത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉരലിലൊക്കെ പണ്ട് എല്ലാം വറുത്തിട്ട് നമ്മളതിൽ ഉരലിലൊക്കെ ഇട്ട് ഇടിച്ചിട്ടാണ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നമ്മളിതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയും ഈ കൊച്ചുള്ളിയുടെ ഇൻഗ്രീഡിയൻസ് നമുക്കിതൊന്ന് ചേർക്കാം. തേങ്ങയിൽ ജലാംശമുണ്ട്, അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. നമുക്കിത് ഇതുപോലെ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. ഇത് ശരിക്കും ഒന്ന് നന്നായിട്ട് വറുത്ത് കിട്ടണമെങ്കിൽ. ഇതിപ്പോൾ കുറച്ചുള്ളൂ, കുറേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയം കൂടുതലെടുക്കും. എന്നിട്ട് നമുക്ക് പുളി ഇത്തിരി ചേർത്തു. പിന്നെ അടുത്തത് നമുക്ക് കറിവേപ്പില ഇച്ചിരി കൂടുതൽ ചേർക്കാം. നമുക്ക് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉരുളിയിലൊക്കെ ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആദ്യം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കൂടുതലായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് നേരം ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ വേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കായപ്പൊടി നമുക്ക് ഇച്ചിരി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കുറച്ചും കൂടി അവസാനം ഇറക്കാറാവുന്ന ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട്. അത് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ പൊടിച്ച് ചേർക്കാം. ആദ്യം ഞാൻ കുറച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കാണിക്കാം. മന്തിപ്പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തു. എല്ലാം റെഡിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഇനി ടേസ്റ്റും കൂടി നോക്കാം. ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് 2 പ്രാവശ്യം കറക്കിയാൽ മതി. ഒത്തിരി ഇങ്ങനെ അരച്ച് തേങ്ങ അരയ്ക്കുന്ന പോലെ അരയ്ക്കരുത്. അപ്പോൾ നമ്മുടെ എണ്ണ പോലെ ഇരിക്കും. ഇത് ഇനി അടുത്ത സെക്ഷൻ കൂടി പൊടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ അടുത്ത സെറ്റും കൂടി ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആക്കി വയ്ക്കണം, അല്ലെങ്കിൽ നമുക്കിതിൽ ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി വയ്ക്കാം. നമുക്ക് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വേപ്പിലക്കട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്.